വണ്ടിക്ക് ഫോണില്ല എന്നുള്ളത്. Hey guys, welcome back to another video. It's me Lia. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എങ്ങനത്താണെന്നല്ലേ, ഒരു ഡേ ഇൻ മൈ ലൈഫ്, അതും ഉമ്മച്ചിൻ്റെ വീട്ടിൽ നിന്നല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കിയാലോ. ഒരു കാലത്ത് നമ്മുടെ വീഡിയോസിൽ ഫുള്ള് ഉമ്മച്ചിൻ്റെ വീട്ടിലെ സെലിബ്രേഷൻസ്, ഉമ്മച്ചിൻ്റെ വീട്ടിലെ വീഡിയോസൊക്കെ ആയിരുന്നു. ഇപ്പം അതങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഉമ്മച്ചിൻ്റെ വീട്ടിലേക്ക് പോകൽ തന്നെ ഒരു ദിവസമൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ പോയിട്ട് വൈകുന്നേരം വരിക, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവില്ലേ. അപ്പോൾ അധികമൊന്നും വ്ളോഗ് എടുക്കലില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അമ്മച്ചിൻ്റെ വീട്ടിലാണുള്ളത്. ഇന്നലെ വന്നതാണ്. ഇന്നലെ വരാനുള്ള കാരണം ഇതാണ്. കാരണം നല്ല നല്ല വ്യൂ അല്ലേ. നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മിനിയൂട്ടി പോകുന്നു, അവിടുത്തെ മോർണിംഗ് വ്യൂ കാണുന്നതായിരുന്നു. പക്ഷെ നമ്മൾ എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കൊളായി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ നൈസ് വ്യൂ ആയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ രാവിലെയൊക്കെ നീറ്റ് ഇങ്ങനത്തെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പോണത്. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ കാണുന്നല്ലാതെ ഇങ്ങനെ പോകലില്ല. നമ്മൾ മിനിയൂട്ടിയാണ് പ്ലാൻ ചെയ്തതെങ്കിലും നമ്മൾ എത്തിയത് കൊളായിയാണ്. നൈസ് പ്ലേസ്. ഈ നല്ല സൺകിസ്റ്റ്. ഇങ്ങോട്ട് വരും ഇവിടെ ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മൾ നല്ല വ്യൂ ഒക്കെ കണ്ട് ഇപ്പോൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് നമ്മൾ അടിപൊളി ആംബിയൻസ് ഒക്കെ ഉള്ള ചെറിയ തട്ടുകട ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വ്യൂ കാണാൻ രസമില്ല. മഞ്ഞുള്ള സമയത്താണ് കാണാൻ രസം. നമ്മളിപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഈ വണ്ടിക്ക് ഫോണില്ല എന്നുള്ളത്. അതാണ് ഈ സമയത്താണ് വണ്ടി മാറി കയറിയത്. ാണുള്ളത്. എന്തിനാ വന്നത്? നമ്മൾ വെറുതെ ഷോപ്പിൽ വെറുതെ വന്നതാണ്. ആക്ച്വലി ഇങ്ങോട്ട് വന്നത് എന്തോ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്തോ ഒരു സ്പെസിഫിക് സാധനം, ചായക്കടി, എന്തോ ബേക്കറി വാങ്ങാൻ വന്നത്. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്തൊരു സാധനങ്ങൾ. എന്റെ പേര് ഏതാണ്ട് പറയാണ്. ഒരു ചാൻസും ഇല്ല. കിട്ടിയാൽ നമുക്ക് ഒരു എക്സ്റ്ററിന്റെ കാറും അല്ലെങ്കിൽ പിന്നെ എന്താ കിട്ടാ, ബൈക്കൊക്കെ കിട്ടും. കിട്ടുമല്ലേ നമുക്ക് കണ്ടറിയാം. ഇതിനെ വരച്ചത് നഫയാണ്. നല്ല സുന്ദരി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പുച്ഛയായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ ഓരോ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
കുറച്ചും കൂടി അപ്പുറത്തേക്ക് കുറച്ചും കൂടി ദടുക്ക് കുട്ടിക്ക് തൊട്ടാ ബോൾ പാസിംഗ് കൂടി ആണ്. ഇവിടെയാണ് ദീദി ഇട്ടിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതെന്തായാലും വർക്കൗട്ടായി, കാരണം എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ബീച്ചിൽ പോകണം, അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടേനോ ഇതിനോടൊന്നും വലിയ ഉത്സാഹമൊന്നുമില്ലായിരുന്നു. പക്ഷെ കളി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർക്കായിരുന്നു ഏറ്റവും ഉത്സാഹം. പേരാണ് ഗ്രേസ്. അപ്പൊ ഞങ്ങളാണ് ഒരു ടീം. ഇങ്ങനെ നടക്കണം. ഈ ഒട്ടിക്കാനുള്ള ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെ നടക്കണ്ടേ? ഇനി നമുക്ക് ഗെയിം ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് വീട്ടിലിരിക്കാനേ തോന്നാറുള്ളൂ. പുറത്തേക്കൊന്നും പോകണം എനിക്ക് ഇഷ്ടമില്ല എന്നല്ല. അപ്പോൾ ആദ്യം ഒരു പ്ലാൻ വരുമ്പോഴത്തേനും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഓക്കെ പുറത്തുനിന്ന് ഇപ്രാവശ്യം പോകുമ്പോൾ അങ്ങനെയൊക്കെ പോകണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. അല്ലാതെ കുറേ കിടപ്പുറങ്ങണം തിന്നണം വിചാരിച്ച് വരുന്ന ദിവസങ്ങളിൽ വേറെ എവിടേക്കെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്. അപ്പോൾ ഇവർ ബീച്ചിൽ പോകാൻ പറഞ്ഞപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ ഇവരെ നിരുത്സാഹപ്പെടുത്തിയത്. പക്ഷെ അതുകൊണ്ട് എവിടേക്കെങ്കിലും പോയാൽ നമ്മൾ കുട്ടികൾ അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ നമ്മൾ പോയ അവിടെ കാഴ്ചകൾ കാണണം, വേറെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ഇതേപോലെ ഗെയിം കളിച്ചുകൊണ്ട് നമുക്കൊന്നും ശ്രദ്ധിക്കണം. നമ്മൾ ആ കളി എന്താണോ കളിക്കുന്നത് അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. നല്ലൊരു ഡേ ആയിരുന്നു. എന്താ പറയുക, ഫാമിലിയുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആകും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പ്രതീക്ഷിക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസം. പിന്നെ ഇന്നലെ വന്ന വീഡിയോ അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.